പുതിയൊരു ജോലി തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ഒരു CV അല്ലെങ്കിൽ ഒരു പുതിയൊരു ബയോഡാറ്റ ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ആശങ്കയിലാണ് നിൽക്കുന്നെങ്കിൽ ഈ വീഡിയോയില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ഒരു പുതിയൊരു പ്രൊഫഷണൽ CV നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇറ്റ്സ് മീ എഫിൻ ഫ്രാൻസിസ്. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമുക്ക് ഭയങ്കര ബേസിക് ആയിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് റെസ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽസും നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ അച്ചീവ്മെന്റ്സ് അല്ലാതും ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റെസ്യൂം എന്ന് പറഞ്ഞത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനീസിനും റിക്രൂട്ടേഴ്സിനും നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പാസ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമുക്കൊരു ജോബ് പുതിയൊരു കമ്പനിയിലേക്ക് മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട, കമ്പനി സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് റെസ്യൂം എന്ന് പറയുന്നത്. റെസ്യൂം ഉണ്ടാക്കാൻ വേണ്ടി പേടിക്കേണ്ട കാര്യം, റെസ്യൂമിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഒരു സ്ട്രക്ചറാണ്. എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം, എന്ത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് കയറി വരേണ്ടത്, ആ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂം നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ വീഡിയോ സ്പോൺസർ ചെയ്തത് കരിക്കുലർ അക്കാദമിയാണ്. കരിക്കുലർ അക്കാദമി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണ്. എക്സ്പെഷ്യലി എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിന് സ്കിൽ ബേസ് ആയിട്ടുള്ള ജോബറിനുള്ള കോഴ്സുകൾ നോക്കുന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവർ കോൺടാക്ട് ചെയ്യും. താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. MEP എസ്റ്റിമേഷൻ QS പറഞ്ഞിട്ടുള്ള പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും ലൈവ് സെക്ഷൻസ് ആയിരിക്കും. 1-to-1 നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ കൊളീഗ്സിനോ അല്ലെങ്കിൽ പുതിയ ജോബ് തേടാൻ നോക്കുന്നവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാലും കരിക്കുലർ അക്കാദമി കോൺടാക്ട് ചെയ്യാം. ഇതിലാദ്യമായിട്ട് വരുന്നതാണ് ഹെഡർ. ഹെഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടത്, നമ്മളതിനെ പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ ഫോട്ടോ വേണം, നമ്മുടെ ഇമെയിൽ ID വേണം, നമ്മുടെ ഫുൾ നെയിം വേണം, നമ്മുടെ ഫോൺ നമ്പർ വേണം. അതുപോലെ തന്നെ ലിങ്ക്ഡിന്റെ ലിങ്ക് ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ അറ്റാച്ച് ചെയ്യണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഹെഡർ എന്ന് പറയുന്നത്. ഹെഡർ എപ്പോഴും കുറച്ച് വലിപ്പം കൂടിയിട്ടുള്ള ടെക്സ്റ്റ് ആയിരിക്കണം, നല്ല ഫുൾ ബ്ലാക്കിലായിരിക്കണം, പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇതായിരിക്കും പെട്ടെന്ന് ഒരു പേപ്പർ ഒരു CV എടുത്ത് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഹെഡറിലേക്കല്ല നോക്കണം നമ്മള്. അപ്പൊ നമ്മുടെ പേര് കുറച്ച് വലുതാക്കി എഴുതണം. ഫോട്ടോ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസുള്ള ഫോട്ടോ നമുക്ക് അറ്റാച്ച് ചെയ്യണം. ഫോട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ ആയിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ വേറെ തൊപ്പി വെച്ചിട്ടുള്ളത് അങ്ങനത്തെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് ഒഴിവാക്കാം. നമ്മളിപ്പോ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരും. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ സബ് ഹെഡിങ് ആണ് പ്രൊഫഷണൽ സമ്മറി, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പല CVയിലും കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 സെന്റൻസ് കൂടിയിട്ടുള്ള നമ്മുടെ അച്ചീവ്മെന്റ്സും നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ എന്താണ് ഈ CV കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മുടെ റിക്രൂട്ടർക്ക് കാണിച്ചു കൊടുക്കാം. അതൊരു 3 സെന്റൻസ് ഒക്കെ മാക്സിമം മതി. അത് ബ്രീഫ് ആക്കിയിട്ട് എഴുതുന്നതാണ് രണ്ടാം സ്റ്റെപ്പ്. ചിലപ്പോ പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും, ചിലപ്പോൾ ജസ്റ്റ് ഫ്രഷർ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു സമ്മറി ആയിരിക്കണം. പിന്നെ ഇതിലെ മൂന്നാമത്തെ സ്ട്രക്ചറാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ ഒരു സബ് ഹെഡിങ് ആണ് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർക്ക് ഹിസ്റ്ററി എന്ന് പറയും. ഫ്രഷർ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്ട് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് എവിടെയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വെച്ചാൽ അതും അറ്റാച്ച് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ എക്സ്പീരിയൻസ് 10 years എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ ഫസ്റ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് നമുക്ക് കറണ്ടിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും മുകളിൽ വേണ്ടത്. അതിനുശേഷം ഏറ്റവും താഴെ വേണ്ടത് ഫസ്റ്റ് നമ്മൾ പഠിച്ചിറങ്ങിയ ശേഷം ആദ്യത്തെ കമ്പനി ആയിരിക്കണം. അപ്പോൾ ഓർഡർ മനസ്സിലായില്ലേ? അപ്പൊ കമ്പനിയുടെ പേര് എഴുതുക, നമ്മൾ അവിടെ എന്തായിരുന്നു നമ്മൾ ടൈറ്റിൽ എഴുതുക, അതിനുശേഷം ഏത് ടൈം പീരീഡിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഇതാണ് മെയിൻ ആയിട്ട് അതിനുള്ളിലത്തെ സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിനുള്ളിലത്തെ ചെറിയൊരു ടൈറ്റിലാണ് ഇത്. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മെയിൻ സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ കമ്പനിയുടെ പേരും നമ്മുടെ എന്ത് ടൈറ്റിലായിരുന്നു നമ്മുടെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡ്യൂറേഷൻ. അതിനുശേഷം താഴെ വരുന്നതാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ. നമ്മൾ ഏത് ടൈറ്റിലാണ് നമ്മൾ ചെയ്തത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതായത് അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ജോബിന്റെ റോൾസ് എന്തൊക്കെയായിരുന്നു, നമ്മൾ എന്തൊക്കെയാണ് അവിടെ കമ്പനിയിൽ കാട്ടിക്കൂട്ടിയത്, എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇത് 1 by 1 ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. മാക്സിമം 10 points ഒക്കെ നമ്മൾ എഴുതിയാൽ മതിയാവായിരിക്കും. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് കയറിയ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജോബ് ഓഫർ ഉണ്ടാവും. ഒരു ജോബ് ഓഫറിനുള്ളിൽ കറക്റ്റ് ആയിട്ട് എന്തൊക്കെ റോൾസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം, എന്നാൽ മാത്രമാണ് പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യുള്ളൂ. നമ്മളത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കീവേഡ്സ് യൂസ് ചെയ്തിട്ട് വേണം ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ എഴുതാൻ വേണ്ടി. കീവേഡ്സിന്റെ കാര്യം നമുക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടത്. CVയുടെ സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ സബ് ഹെഡിങ് ആയിരുന്നു നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ കറണ്ടിലുള്ള വർക്കാണ് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത്, ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും അടിയിൽ വരേണ്ടത്.
നമ്മൾ ഏകദേശം ഒരു 10 പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഓരോ ജോബ് റോളിന്റെ അണ്ടറിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് ചെയ്തത് നമ്മൾ ആഡ് ചെയ്യണം. ഇനി നമുക്ക് നോക്കേണ്ട നെക്സ്റ്റ് ഒരു സബ് ടൈറ്റിൽ ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ സെക്കൻഡറീസ് കൊടുക്കാം, SSLC കൊടുക്കാം, അതിനുശേഷം നിങ്ങൾ എന്താ ഡിഗ്രി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാലും എഡ്യൂക്കേഷൻ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത്രമാത്രം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് പിന്നീട് നമുക്ക് ബാക്കി എക്സ്ട്രാ പഠിച്ചിട്ടുള്ളത് നമുക്ക് ആഡ് ചെയ്യാനുള്ള സബ് ടൈറ്റിൽ നമുക്ക് വേറെ വരുന്നുണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആദ്യം അവിടെ ആഡ് ചെയ്യും. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരുടെയും ബേസിക് ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാത്രം ആദ്യം എഴുതി വയ്ക്കുക. എഡ്യൂക്കേഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, ഏത് കാലഘട്ടത്തിലാണ് പഠിച്ചത്, നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഏത് യൂണിവേഴ്സിറ്റിയിലെ ഏത് അക്രഡേഷൻ ആണ് നമുക്ക് ഉള്ളത് അതും കൂടെ നമുക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ എവിടെ നിന്നാണ് എടുത്തത്. സപ്പോസ് ഇപ്പൊ നിങ്ങൾ CV ഒക്കെ ഒരു ഇന്റർനാഷണൽ പുറത്തേക്ക് നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് പഠിച്ചതെന്ന് കൃത്യമായിട്ട് ലൊക്കേഷനും കൂടെ മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. എഡ്യൂക്കേഷന് താഴെ തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു എക്സ്ട്രാ ഒരു സബ് ടൈറ്റിലാണ് നമ്മുടെ എക്സ്ട്രാ ട്രെയിനിങ്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ. ചിലപ്പോൾ 6 months ട്രെയിനിങ്, 3 months ട്രെയിനിങ്, ഓട്ടോക്കാട് പഠിച്ചു, ഇതൊക്കെ നമുക്ക് ടെക്നിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ഒരു സബ് ടൈറ്റിൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ എവിടെ പഠിച്ചതെന്ന് എഴുതുക, ലൊക്കേഷൻ എഴുതുക, എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ലേണിംഗ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ലേണിംഗ് നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചത്, എത്ര അവേഴ്സ് ഉണ്ടായിരുന്നു, അതും അതിൽ മെൻഷൻ ചെയ്യാം. ഇതാണ് നെക്സ്റ്റ് സബ് ടൈറ്റിൽ. മെയിൻ എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്തു, അതിന് തൊട്ട് താഴത്ത് നമുക്ക് ചെയ്യേണ്ടതാണ് എക്സ്ട്രാ ട്രെയിനിങ്സ് എന്താ എടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രെയിനിങ്സും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സബ് ടൈറ്റിലാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ്. അതിനുശേഷം നമ്മുടെ സോഫ്റ്റ്വെയർ സ്കിൽസ്. അപ്പോൾ ഇത് രണ്ടും വരുന്നത് സ്കില്ലിന്റെ അണ്ടറിലാണ് വരുന്നത്. സോഫ്റ്റ് സ്കിൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ സ്കിൽസ് വരുന്നുണ്ട്. ഇന്റർവ്യൂവിന് ഏറ്റവും സഹായിക്കുന്ന ക്വാളിറ്റീസിൽ ഒന്നാണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടീം വർക്ക് ചെയ്യുന്ന ആളാണ്, പോസിറ്റീവ് ആണ്, ഫ്രണ്ട്ലിയാണ്, ഫ്ലെക്സിബിൾ ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സോഫ്റ്റ് സ്കിൽസിൽ നമുക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമുള്ള നിങ്ങളുടെ ആ CVക്ക് അനുയോജ്യമായ രീതിയിലുള്ള സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിന് തൊട്ട് താഴത്ത് വരുന്നതാണ് സോഫ്റ്റ്വെയർ സ്കിൽസ്. എക്സ്പെഷ്യലി നിങ്ങൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. ബേസിക് ആയിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോകാഡ്, റിവെറ്റ്, അങ്ങനെ പല സ്ട്രക്ചറലിന്റെ സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പൈത്തൺ ആണ്, C++ ആണ്, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർസ് മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. എക്സ്പെഷ്യൽ എഞ്ചിനീയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സെപ്പറേറ്റ് ടൈറ്റിലായിട്ട് ആഡ് ചെയ്യണം. എല്ലാത്തിനും കൂടെ ആഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് പോപ്പപ്പ് ചെയ്ത് നിന്നൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് മസ്റ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ സ്കിൽസ് ആഡ് ചെയ്യണം. എക്സ്ട്രാ മെമ്പർഷിപ്പ്, ലൈസൻസിങ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അവിടെ ചാർട്ടേഡ് ക്വാണ്ടിറ്റി സർവേയർ ആണ്, ഇങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് മെമ്പർഷിപ്പ് നമ്പർ, ലൈസൻസ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യും. ഇവിടെ UK യിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊഫഷനും ഓരോ ലൈസൻസിങ് ഉണ്ട്. അപ്പോൾ കൺസേൺ സൈഡിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ലൈസൻസിങ് ഉണ്ട്, QS ആണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് നമുക്ക് വെക്കാം. അപ്പോൾ അതാണ് നമുക്ക് നെക്സ്റ്റ് ഒരു സബ് ടൈറ്റിലായിട്ട് വരുന്നത്. CV ഉണ്ടാക്കുന്നതിലത്തെ അവസാനത്തെ സബ് ഹെഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അവസാനം വരുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ മാരീഡ് ആണോ, നമ്മുടെ ഡ്രൈവ് ലൈസൻസ് ഉണ്ടോ, അതുപോലെ പാസ്പോർട്ട് നമ്പർ എന്താണ്, അങ്ങനത്തെ ഉള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ ഡീറ്റെയിൽസ്, ആ ഡീറ്റെയിൽസ് അവസാനം നമുക്ക് ആഡ് ചെയ്യാം. ഇതോടുകൂടി CV അവസാനിക്കുകയാണ്. CV എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് വേണ്ടത് ഒരു 2 ഷീറ്റോ 2 A4 ഷീറ്റോ ഒക്കെ നമുക്ക് മതിയാവും. അതിന് കൂടുതൽ ആഡ് ചെയ്യുന്നത് നല്ലതല്ല. 2 or 3 മാക്സിമം. ഒരു 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ഹിസ്റ്ററിയുടെ അവിടെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു 3 പേജൊക്കെ നമുക്ക് ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഫ്രഷർ ആണെങ്കിൽ ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ പേജിൽ അവസാനിപ്പിക്കാൻ പറ്റും. ചിലർ പറയും CV എപ്പോഴും ഒരു ഷീറ്റിൽ ഉണ്ടാക്കണം എന്നൊക്കെ പറയും. അതിന്റെ കാര്യത്തിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഷീറ്റിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് CV അയക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചുരുങ്ങിയതൊരു 10 പോയിന്റ് നമുക്ക് ഓരോ ടൈറ്റിലിനിടയിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അത് ഒരു 4-5 കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഒരു A4 ഷീറ്റിലേക്ക് ഒതുക്കാൻ പറ്റില്ല. അപ്പൊ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഷീറ്റൊക്കെ ഉണ്ടാക്കിക്കോ, യാതൊരു പ്രശ്നമുള്ള കാര്യമില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ഒരു റിക്രൂട്ടർക്ക് മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കില്ലുകൾ വെച്ചിട്ട് നമുക്ക് അവരുടെ ആ കമ്പനിയിലത്തെ ഒരു പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഒരു CV കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ സയൻസ് ഒന്നും ഇതിന്റെ അണ്ടറിലില്ല. പക്ഷെ
വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജോബ് തേടാൻ പോകുമ്പോൾ നമ്മുടെ ആദ്യം കയ്യിൽ CV ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ജനറൽ അവയർനെസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CV ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഭയങ്കര ഫാൻസി ആയിട്ടുള്ള CV, വലിയ ബോർഡർ ലൈനും അങ്ങനെ കൊടുത്തുള്ള CV ഉണ്ടാക്കാതിരിക്കുക. മാക്സിമം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളറിൽ ഉണ്ടാക്കുക. ബ്ലൂ കളറിൽ ഒരു ബോർഡർ ഒക്കെ വരാവുന്ന രീതിയിൽ, ടോപ്പിൽ ഹെഡറിൽ മാത്രം വരാവുന്ന രീതിയിൽ ഉണ്ടാക്കുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ CVയുടെ ഒരു മോഡൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ആ സെയിം CV ഫോളോ ചെയ്യുന്നതല്ല പറയുന്നത്, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയുന്നില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന CV ഉണ്ടാക്കുന്ന പല വെബ്സൈറ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ CV ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ 2 വെബ്സൈറ്റുകളുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ canva.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിൽ പോയിട്ട് വെച്ച് കഴിഞ്ഞാൽ CV ടെംപ്ലേറ്റ്സ് ഒക്കെ അടിച്ചു കൊടുത്തോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോഡൽസ് വരും. ആ മോഡൽ നമ്മുടെ ഡീറ്റെയിൽസ് അറ്റാച്ച് കൊടുക്കാം. ഈ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ കയ്യിൽ വേണം. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആയിട്ട് ചെയ്യാം. അത് നമ്മൾ ആദ്യം ഒന്നില്ലെങ്കിൽ നമുക്ക് ആലോചിച്ചെടുത്ത് എഴുതണം വെച്ചാൽ പേപ്പറിൽ റഫ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആളുകളാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ ഓൾറെഡി പ്രീവിയസ് CV ഉണ്ടായിരിക്കും. ജസ്റ്റ് മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ആ ടെക്സ്റ്റൈലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് CV ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏത് പ്രൊഫഷൻ ആണെന്ന് വെച്ചാൽ ടൈപ്പ് എടുത്തുകൊണ്ട് അതിനനുസരിച്ചുള്ള മോഡൽസ് ഒക്കെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെയുള്ള പെയ്ഡ് ആയിട്ടൊരു വെബ്സൈറ്റ് ആണ് പെർഫെക്റ്റ് CV എന്ന് പറയും. മൈ പെർഫെക്റ്റ് CV എന്ന് അങ്ങനെയാണ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ലൊക്കേഷനിൽ ട്രാവൽ ചെയ്യുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള CV ഓട്ടോമാറ്റിക്കലി അതിൽ ജനറേറ്റ് ആവും. അത് നമ്മളെല്ലാ ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഹെഡിങ് ഒക്കെ ഈ പറഞ്ഞ മോഡലിൽ എല്ലാം 1 by 1 ആയിരിക്കും വരും. അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേർഡിലൊക്കെ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണ പോലെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് നമ്മൾ ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇൻഫർമേഷൻസ്. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അലൈൻമെന്റും അതിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് PDF ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതാണ്. അത് പെയ്ഡ് ആണ്, പക്ഷേ നല്ലൊരു സജസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. നമ്മൾ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ്. നല്ലൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയി ജോബ് അപ്ലൈ ചെയ്യണം, പല പ്രൊഫഷനിൽ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയത് ഒരു 3-4 CV നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതനുസരിച്ച് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് അതിലുണ്ടാക്കാം. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയോ. അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഞാൻ മൈ പെർഫെക്റ്റ് CVയിൽ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ CV ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സ്കോർ അതിൽ കാണിക്കും. എത്ര നമുക്ക് ഈ CV വെച്ചിട്ട് എത്ര പെർഫോം ചെയ്യാൻ പറ്റും. അത് ആ സ്കോർ തന്നെയാണ് നമുക്ക് റിക്രൂട്ടേഴ്സ് വലിയ MNC കമ്പനികളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സോഫ്റ്റ്വെയർ ആ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്കോറൊക്കെ നമ്മുടെ CV വെച്ച് കാണിക്കുക. അപ്പോൾ മാക്സിമം ഒരു 100% അടുക്കുന്ന സ്കോർ നമ്മൾ 90ക്ക് എബോടെ സ്കോർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഓരോ CVക്കും. ചിലപ്പോൾ അതിൽ സെന്റൻസ് കറക്ഷൻ ഉണ്ടായിരിക്കാം, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മളതിൽ മെൻഷൻ ചെയ്യണം. നമ്മളൊരു കാര്യം തെറ്റ് ചെയ്തത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ മണ്ടത്തരങ്ങൾ കാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഇന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡ്യൂറേഷൻ ആണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കണം. നമ്മുടെ ഏത് വർഷം കഴിഞ്ഞിട്ട് ഏത് അടുത്തേക്ക് കടന്നു സ്കിപ്പ് ആക്കിയിട്ട് ചിലപ്പോൾ ലാഗ് ഉണ്ടാവും. ചിലപ്പോൾ ചില സമയങ്ങൾ ഗ്യാപ്പ് ഉണ്ടാവും. ചിലപ്പോൾ ആ ഗ്യാപ്പ് കവർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ എക്സ്പീരിയൻസ്, കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തെറ്റുകളൊന്നും പോയിട്ട് ഉണ്ടാക്കി വെക്കാൻ പാടില്ല. അപ്പോൾ ക്ലിയർ ആയിട്ട് 1 by 1 നമ്മൾ ജസ്റ്റ് റഫ് ആയിട്ട് എഴുതി വെക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്ന സ്ഥലത്ത് നമ്മൾ കയറി അവിടെ 2 വർഷം വർക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്ന് മാറി ഒരു 4 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അടുത്ത സ്ഥലത്തേക്ക് മാറി. അത് കൃത്യമായിട്ട് നമ്മൾ പേപ്പർ എഴുതിയ ശേഷം 1 by 1 അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സൂപ്പർ CV നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഹെഡിങ്സ് ആണ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഇതില്ലാതെ നിങ്ങളുടെ രീതിയിൽ ചിലപ്പോൾ CV ഉണ്ടാക്കാം. പക്ഷെ ജനറലി സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പൊ കറന്റ് മാർക്കറ്റിൽ ഫോളോ ചെയ്യുന്ന ഹെഡിങ്സും മെയിൻ ആയിട്ടുള്ള വലിയ MNC ഫോളോ ചെയ്യുന്ന സബ് ഹെഡിങ്സ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള റെസ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സബ് ടൈറ്റിൽസും സ്ട്രക്ചറൊക്കെ ഇങ്ങനെയാണ് വേണ്ടത്. ഫ്രഷേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ് ടൈറ്റിൽസ് വെച്ചിട്ട് ഫോളോ ചെയ്തോ സൂപ്പർ CV ഉണ്ടാക്കാം. നമ്മുടെ പേഴ്സണൽ CV ആണ് ഈ കാണുന്നത്. 2 ഷീറ്റ് ഉണ്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓരോ ആഴ്ചത്തേക്ക് ട്രാവൽ ചെയ്യും, അതനുസരിച്ചിട്ട് CVക്ക് മോഡിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ CV ഉണ്ടാക്കുകയും അത് മോഡിഫൈ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഒരു പ്രോസസ്സാണ്. ആദ്യമായിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർ കൂടുതലിനെ പറ്റി അറിയാം. നമ്മൾ ഓരോ കമ്പനിയിലേക്ക് മാറും, അതനുസരിച്ചിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻസും അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയത് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി തിരയാനും CV ഉണ്ടാക്കുന്നതൊക്കെ റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മൾ വേറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. UAE UK എങ്ങനെ ജോബ് നമുക്ക് എങ്ങനെ തേടാം. അപ്പൊ ആ വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്യാം.
അപ്പൊ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം പറയാമോ, നമ്മുടെ ഈ ചാനൽ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കല്, സിവില്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ അങ്ങനെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലത്തെ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.